ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രൈമിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മിസ്സസ് വിനി രതീഷ്, പ്രൈം ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് മിസ്റ്റർ രതീഷ്, അതായത് എൻ്റെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടത്, അതിന്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫയൽ ഓപ്പണിംഗ് എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐ ടെസ്റ്റ് ഉണ്ട്. ഐ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിയറിയാണ്. തിയറി ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയം അനുസരിച്ച്, വീട്ടിലോ ഓഫീസിലോ ഇരുന്ന് നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടെ ടെസ്റ്റ് കൊടുക്കേണ്ടതാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ ഡേറ്റ് തരും. ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം, എന്നിട്ട് ടെസ്റ്റ് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഈ ബുക്ക്ലെറ്റ് തരുന്നതായിരിക്കും. അതിനകത്ത് ഫുൾ തിയറിക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ സയൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സയൻസ്, റോഡ് മാർക്കിങ്സ്, എല്ലാ കാര്യങ്ങളും, സൈൻ ബോർഡ്സ്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ സയൻസും കാര്യങ്ങളും കുറച്ച് ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഉള്ളത് കുറച്ച് റൗണ്ട് അബൌട്ട്സിനെ പറ്റി, റൗണ്ട് അബൌട്ട്സ് റൂൾസും കാര്യങ്ങളും, പിന്നെ കുറെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഇപ്പം ഒരു റോഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആർക്കാ പ്രയോറിറ്റി, ആരാദ്യം പോകണം, ആരാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അങ്ങനത്തെയൊക്കെ കുറെ സിറ്റുവേഷൻസ് അനുസരിച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ്. അത് കുറച്ചൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന 4 ഡിവൈസസ് ആണ്. അത് ഒന്നാണ് ട്രാഫിക് സൈൻ, പിന്നെ ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്, പിന്നെ റോഡ് മാർക്കിങ്സ്, പിന്നെ പോലീസ്മാൻ. ഇവര് 4 പേരാണ്. അപ്പൊ അത് ട്രാഫിക് സൈൻസ് വരുന്നത്. ട്രാഫിക് സൈൻസ് എന്ന് പറയുന്ന അത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാഫിക് സൈൻസ് ഉണ്ട്. ചിലത് ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ട്രയാങ്കിൾ ഷേപ്പിൽ എന്ന് പറയുന്നത് അത് വാർണിംഗ് സൈൻസ് ആണ്. വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ എന്തുവെല്ലാം നമുക്ക് ഫ്രണ്ടിലെ ഡേഞ്ചർ സിറ്റുവേഷൻ, ഡേഞ്ചർ എന്തുവെല്ലാം ഫ്രണ്ടിൽ വരുന്നുണ്ടെന്നും നമ്മളെ മുൻകൂട്ടി വാൺ ചെയ്യുന്നതാണ് ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത്. പിന്നെ ബ്ലൂ കളറിൽ ഇത് വരും. അതായത് മാൻഡേറ്ററി ആണ്, അത് കമ്പൽസറി ആണ്, നിങ്ങളത് ചെയ്യണം. പിന്നെ വരുന്ന പ്രൊഹിബിറ്ററി സൈൻസ് വരും, സർക്കിളിനകത്ത് വരും. അതിനകത്ത് നമുക്കിപ്പം ലൈക്ക് റോഡിലൊക്കെ നിങ്ങൾക്ക് കാണാം മാക്സിമം സ്പീഡ് ലിമിറ്റ് റെഡ് സർക്കിളിനകത്ത് വരും, 60 എന്നായിരിക്കും. അപ്പോൾ 60 എന്നുള്ളത് നിങ്ങൾക്ക് 60 ആയിരിക്കും സ്പീഡ് ലിമിറ്റ്, അതിനപ്പുറം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയായിരിക്കും. പക്ഷെ ഷാർജയിൽ നമ്മളിപ്പോൾ 60 ഓടിക്കണമെങ്കിൽ 60 ആണെങ്കിൽ നമുക്ക് 80 വരെ ഓടിക്കാൻ പറ്റും. വേറെ എമിറേറ്റ്സിലൊക്കെ പോയാൽ 60 ആണെങ്കിൽ 60ക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെയൊക്കെ ഡിഫറൻസ് വരാം. ടെമ്പററി സൈൻ ബോർഡ്സ് വരും, അതായത് കൺസ്ട്രക്ഷൻ ഏരിയയിൽ അവിടെയൊക്കെ വരും. അത് യെല്ലോ കളറിൽ സൈൻ ബോർഡ്സ് വരാം. ട്രാഫിക് ബോർഡ്സ് ലൈക്ക് ബ്ലൂ സൈൻ, ഗ്രീൻ ബോർഡ്, ബ്ലൂ ബോർഡ്, അതൊക്കെ എന്തൊക്കെയാണ്. ബ്രൗൺ ബോർഡ്സ്, അതൊക്കെ എന്താണ്. ബ്രൗൺ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടന്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഹോട്ടൽസ്, ടൂറിസ്റ്റ് പ്ലേസസ്, അവരുടെയൊക്കെ മെയിൻ ഇമ്പോർട്ടന്റ് പ്ലേസസ് ആണ് നമുക്ക് ബ്രൗൺ ബോർഡിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വൈറ്റ് ബോർഡ്സ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഡിഫറൻസ് കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോഡ് മാർക്കിങ്സ് ഉണ്ട്. ചിലയിടത്ത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. ഇനി മുതൽ അതൊക്കെ ശ്രദ്ധിക്കുക. പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിലും ചിലപ്പം ഈ മാർക്കിങ്ങിനെ പറ്റി അത്രയും അങ്ങോട്ട് ധാരണകൾ കാണത്തില്ല. അതുകൊണ്ട് അതും കൂടെ അറിഞ്ഞിരിക്കുക. ചില ടൈപ്സ് ഓഫ് മാർക്കിങ്സ് ഉണ്ട്, ലൈക്ക് സോളിഡ് ലൈൻസ്. റോഡിന്റെ നടുക്ക് സോളിഡ് ലൈൻ, കണ്ടിന്യൂസ് ലൈൻ വരുന്നു. അത് എന്തിനുള്ളതാണ്? അതെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡ് അവിടെ ലെയിൻ മാറാനോ ഓവർടേക്ക് ചെയ്യാനോ പാടില്ലെന്നാണ്. പക്ഷെ ആൾക്കാരൊക്കെ അത് ചെയ്യാറുണ്ട്. അതൊക്കെ റൂൾസ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്യാമറയൊക്കെ ഉള്ളിടത്ത് ആൾക്കാർ പേടിച്ചൊക്കെ ചെയ്യും, പക്ഷെ അതില്ലാത്തടത്ത് ആൾക്കാർക്ക് തോന്നുന്ന പോലൊക്കെയാണ് ചെയ്യുന്നത്. സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ലെയിൻ ചേഞ്ച് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ പാടില്ലെന്നാണ്. പിന്നെ ചിലയിടത്തൊക്കെ വരും ലൈക്ക് ടി ജംഗ്ഷൻസ്, യു ടേൺസ്, അല്ലെങ്കിൽ റൗണ്ട് അബൌട്ട്സ് ഒക്കെ അടുക്കുന്നതിന് മുമ്പ് ലോങ് ബ്രോക്കൺ ലൈൻസ് വരും. ഈ ലോങ് ബ്രോക്കൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ വാർണിംഗ് ആണ്. നമുക്ക് അവിടെ ലെയിൻ മാറണമെങ്കിൽ മാറാം, പക്ഷെ ശ്രദ്ധിച്ച് മാറണം. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ട് ലൈക്ക് ടി ജംഗ്ഷൻസിലൊക്കെ നമ്മൾ ലെയിൻ മാറുന്നത്, മെയിൻ റോഡുകാരാണെങ്കിൽ ലെയിൻ മാറുന്നതൊക്കെ സൂക്ഷിച്ച് അവിടെ മാറുക. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ലെയിൻ മാറുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് വേറെ ഒരു വണ്ടി കയറി വരുന്നത്, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് കാണിക്കുന്നത്. പിന്നെ സ്മോൾ ബ്രോക്കൺ ലൈൻസ് വരും. സ്മോൾ ബ്രോക്കൺ ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെയിൻ ചേഞ്ച് ചെയ്യോ ഓവർടേക്ക് ചെയ്യോ ചെയ്യാവുന്നുള്ളതാണ്. പിന്നെ സ്റ്റോപ്പ് ലൈൻ, ഗിവ് വേ ലൈൻ, ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ ഓരോ മാർക്കിങ്സ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കണം.
പിന്നെ ഇപ്പൊ നമ്മള് റോഡ് മാർക്കിങ്സ്, റോഡ് സയൻസ്, ട്രാഫിക് സയൻസ് ഇതിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. പിന്നുള്ളത് പോലീസ് മാൻ. ഇപ്പൊ പോലീസ് മാൻ ആണ് നമുക്ക് റോഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ട്രാഫിക് സിഗ്നൽ ഉണ്ട്, നമുക്കിപ്പോ ഗ്രീൻ സിഗ്നൽ ആയിരിക്കും, പക്ഷെ അവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന പോലീസ് മാൻ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ, ഇപ്പൊ നമുക്ക് ഗ്രീൻ ആണെങ്കിൽ ചിലപ്പോൾ പുള്ളി അവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ പുള്ളി പറയുന്നത് ഫോളോ ചെയ്യണം, അവരെ അനുസരിക്കണം. അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. റോഡിന്റെ സൈഡിൽ അതുപോലെ നമുക്ക് കാണാം ലോങ് സോളിഡ് യെല്ലോ ലൈൻസ് വരാറുണ്ട്. സോളിഡ് യെല്ലോ ലൈൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ മാർക്കിംഗ് എഡ്ജ് കാണിക്കുന്നതാണ് റോഡിന്റെ. അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, കൂടുതൽ സ്പേസ് കാണും അങ്ങോട്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എമർജൻസി വല്ലതും കാർ ബ്രേക്ക് ഡൗൺ ആവോ, ടയർ പങ്ക്ചർ ആവോ, എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സുഖമില്ലായ്മയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എമർജൻസി പാർക്ക് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അവിടോട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്ക് ചെയ്യാന്ന് ചുമ്മാ പാർക്ക് ചെയ്യല്ല, നമ്മൾ അവിടെ വണ്ടി നിർത്തിയാൽ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റണം. ലൈനുള്ളിൽ നിന്നാൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്താൽ റോഡിലോട്ട് പോവല്ലേ, ആ രീതിയിലാണ് നമ്മൾ അവിടെ പാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ചുമ്മാ പാർക്ക് ചെയ്യല്ല, പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാസാർഡ് ലൈറ്റും യൂസ് ചെയ്യേണ്ടതാണ്. അതിന് പറയുന്ന ആ ഏരിയക്ക് പറയുന്ന ഹാർഡ് ഷോൾഡർ എന്നാണ്. ഹാർഡ് ഷോൾഡർ അല്ലെങ്കിൽ റോഡ് ഷോൾഡർ എന്നും പറയും. ആ ഹാർഡ് ഷോൾഡർ സ്ഥലത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ വെറുതെ വണ്ടി ഇട്ടിട്ട് പോകാനോ പാടില്ലാത്ത ഏരിയ ആണ്. ഇനിയും കുറച്ച് റൗണ്ട് അബൌട്ട്സിനെ പറ്റി പറഞ്ഞേക്കാം. റൗണ്ട് അബൌട്ട്സ് പല ടൈപ്പ് ഉണ്ട്. റൗണ്ട് ഷേപ്പിലുണ്ട്, പിന്നെ നമ്മുടെ ഓവൽ ഷേപ്പിലുള്ളതുണ്ട്. ആക്ച്വലി ഓവൽ ഷേപ്പിൽ ഇതിന് പറയുന്ന റൗണ്ട് അബൌട്ട്സ് എന്നുള്ള സ്ക്വയേഴ്സ് എന്നാണ് പറയുന്നത്. 4 എക്സിറ്റ്സ് ഉള്ളതുണ്ട്, 5 എക്സിറ്റ്സ്, 6 എക്സിറ്റ്സ്, അങ്ങനെ പല ടൈപ്പ് റൗണ്ട് അബൌട്ട്സ് ഉണ്ട്. ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലിന് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 എക്സിറ്റ്സ് ആണ് ഉള്ളത് നോർമലി ചെയ്യുന്നത്. ഇപ്പൊ 4 എക്സിറ്റ്സ് നോർമൽ ഒരു റൗണ്ട് അബൌട്ട് നോക്കുമ്പോൾ 4 എക്സിറ്റ്സ് ആണ് വരുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തുനിന്ന് ഫസ്റ്റ് ഇസ് റൈറ്റ്, സെക്കൻഡ് ഇസ് സ്ട്രെയിറ്റ്, തേർഡ് ഇസ് ലെഫ്റ്റ് ആൻഡ് ഫോർത്ത് ഈസ് യു ടേൺ. അങ്ങനെ ആ റൗണ്ട് അബൌട്ട്സിന്റെ കുറെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെങ്ങനെയൊക്കെ എവിടേക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്നത്, എങ്ങനെ എക്സിറ്റ്, ഏത് ലൈനാണ് എടുക്കുന്നത്, നിങ്ങൾ ഏത് ലൈനിൽ നിന്ന് ഏത് ലൈനിലോട്ടാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്, അതിന് കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് പിന്നെയും ഇനിയും മുന്നോട്ട് കാണാം. റൗണ്ട് അബൌട്ട്സിന്റെയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ വരെ ബൈ.